ഇബ്രാഹിം, എന്നെയോർത്ത് നിങ്ങൾ ആ മദ്യപാനിയുടെ വായ വൃത്തിയാക്കിയില്ലേ? അക്കാരണത്താൽ അദ്ദേഹത്തിന്റെ മനസ്സും നാം വൃത്തിയാക്കിയിരിക്കുന്നു. ഇബ്നു അദ്ഹം റളിയല്ലാഹുവിന് സന്തോഷം തോന്നി. താൻ കാരണം ഒരാൾ നന്മയുടെ മാർഗത്തിലായല്ലോ. ആകാശഭൂമികളിലുള്ള മുഴുവൻ കാര്യങ്ങളെക്കാളും ഉത്തമം അതാണെന്നാണല്ലോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അദ്ദേഹം സന്തോഷവാനായി. ഇബ്നു അദ്ഹം ദേശാന്തരങ്ങളിലൂടെ യാത്ര തുടർന്നു. തനിച്ചല്ല, താൻ ആത്മീയമായ ഉപദേശങ്ങൾ നൽകി മാറ്റിയ ഒരുപാട് പേരുണ്ട് കൂടെ. ഓരോ പ്രദേശത്ത് ചെല്ലുമ്പോഴും പ്രപഞ്ച പരിത്യാഗം ആഗ്രഹിച്ച് നിരവധി ഭക്തന്മാർ കൂടെ പോന്നു. പട്ടിണി പാവങ്ങളാണ് ശിഷ്യന്മാരൊക്കെയും. ബൽക്ക് ഭരിച്ചിരുന്ന കാലത്തിന് പ്രായച്ചിത്തമായി ശിഷ്ടജീവിതം മുഴുവനും പാവങ്ങൾക്ക് സേവനം ചെയ്ത് ജീവിക്കുമെന്ന് പടിയിറങ്ങിയപ്പോഴേ തീരുമാനിച്ചതാണ്. ഓരോ ദേശങ്ങളിൽ ചെല്ലുമ്പോഴും അവിടെ എന്തെങ്കിലും കൂലിവേല ഒപ്പിക്കും. വിയർപ്പൊഴുക്കി കിട്ടുന്ന കാശിന് അവർക്ക് ജീവിക്കാനുള്ളത് വാങ്ങും. യാത്രാമധ്യേ ഒരു ദിവസം ശിഷ്യനായ സഹില് രോഗബാധിതനായി. കയ്യിലുള്ള പണം മുഴുവനും സഹിലിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചു. രോഗബാധിതനായതിനാൽ പിന്നെ പതിവുള്ള ഭക്ഷണങ്ങളൊന്നും സഹിലിന്റെ വയറിന് പിടിക്കുന്നില്ല. കഴിച്ചാൽ തികട്ടി വരും. വയറ്റിന് പിടിക്കുന്ന സാധനങ്ങൾക്കാകട്ടെ പൊള്ളുന്ന വിലയും. ശിഷ്യന്റെ പരിതാപകരമായ അവസ്ഥ കണ്ട് ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ദുഃഖിതനായി. അരുമ ശിഷ്യന് ഭക്ഷണം വാങ്ങിക്കൊടുക്കണം. കയ്യിലാണെങ്കിൽ ചില്ലിക്കാശില്ല. എന്തു ചെയ്യും? ഉള്ള പണമൊക്കെ തീർന്നു. പിന്നെ അധികം ആലോചിച്ചില്ല. അദ്ദേഹം തന്റെ കഴുതയുമായി പട്ടണത്തിലേക്ക് പോയി. ആൾക്കൂട്ടത്തിനു നടുവിൽ ചെന്ന് വിൽപ്പനക്ക് വെച്ചു. നല്ലൊരു വിലക്ക് കഴുതയെ വിറ്റു. കിട്ടിയ വിലക്ക് സഹിൽ ആഗ്രഹിച്ച ഭക്ഷണം വാങ്ങി. താൻ കൊതിച്ച ഭക്ഷണം വാങ്ങി പുഞ്ചിരിച്ച് കടന്നു വരുന്ന ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹുവിനെ കണ്ട് സഹിൽ ആശ്ചര്യം കൂറി. ചില്ലിക്കാശില്ലാതെ കഴുതപ്പുറത്ത് അങ്ങാടിയിലേക്ക് പോയ ആൾ ഇഷ്ടപ്പെട്ട ഭക്ഷണവുമായി നടന്നു വരുന്നു. കഴുത എവിടെ? അതിനെ വിറ്റു. കിട്ടിയ വിലക്ക് ഭക്ഷണം വാങ്ങി വയറ് നിറച്ച് കഴിച്ചു. യാതൊരു ഭാവമാറ്റവുമില്ലാതെ അദ്ദേഹം പറഞ്ഞു. സഹില് കൊതി തീരുവോളം കഴിച്ചു. ഇനി യാത്ര ചെയ്യാൻ എന്തു ചെയ്യും? കഴുതയില്ലല്ലോ. ഇബ്നു അദ്ഹം റളിയല്ലാഹുവിന് അതൊരു പ്രശ്നമായിരുന്നില്ല. പുറത്തു കയറ്, നിന്നെ ഞാൻ തോളിലേറ്റി കൊണ്ടുപോകും. ഇബ്നു അദ്ഹം റളിയല്ലാഹു സഹിലിനെ ചുമലിലേറ്റി നടന്നു. ഇത്രകാലം ആർമാദിച്ചതിന് പ്രായച്ചിത്തമായി മാത്രമേ ഇബ്നു അദ്ഹം അതിനെ കരുതിയുള്ളൂ. വലിയൊരു മഹാന്റെ തോളിൽ കയറിയിരിക്കുന്നതിന് അനൗചിത്യം സഹിലിനെ അനുഭവപ്പെട്ടു. വല്ലാത്തൊരു മനസ്സാക്ഷിക്കുത്ത്. ഇറങ്ങി നടക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ശരീരത്തിന്റെ അനാരോഗ്യം സഹിലിനെ ദുർബലനാക്കിയിരുന്നു. ഇങ്ങത്തൊരു സഹിലിനെ ഞങ്ങൾ ഏറ്റിക്കൊള്ളാം ഗുരുവിനെ സഹായിക്കാനായി ബാക്കിയുള്ളവർ തയ്യാറായെങ്കിലും ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ആരെയും അനുവദിച്ചില്ല. ശിഷ്യന് സേവനം ചെയ്യാൻ കിട്ടിയ അവസരം നന്നായി മുതലെടുത്തു. ദിവസങ്ങൾ കഴിഞ്ഞു. സഹിലിന്റെ അസുഖങ്ങളൊക്കെ ഭേദപ്പെട്ടു. അവർ വീണ്ടും യാത്ര തുടർന്നു. പറ്റിയ ഒരിടത്ത് തങ്ങാമെന്ന് വെച്ചു. സൗകര്യമുള്ളൊരിടം നോക്കി തമ്പടിച്ചു. പാവങ്ങൾക്ക് സേവനം ചെയ്തും ശിഷ്യന്മാരുടെ ഭക്ഷണാവശ്യത്തിന് എല്ലുമുറിയെ ജോലി ചെയ്തും അള്ളാഹുവിന് ആരാധനകൾ അർപ്പിച്ചും ദിവസങ്ങൾ മുന്നോട്ട് നീങ്ങി. രാത്രി ഏറെ വൈകിയാകും ചിലപ്പോൾ താമസ സ്ഥലത്തെത്തുക. ഗുരു, ഉറക്കമൊഴിച്ച് നടക്കരുത്. അത് അങ്ങയുടെ ആരോഗ്യത്തിന് ക്ഷതം വരുത്തും. ദയവ് ചെയ്ത് നേരത്തെ തിരിച്ചു വരണം. ശിഷ്യന്മാർ അദ്ദേഹത്തിന് സ്നേഹോപദേശം കൊടുത്തു. മറുപടിയൊന്നും പറഞ്ഞില്ല. ഒരു ചെറു പുഞ്ചിരി മാത്രം. ഇതിങ്ങനെ വിട്ടാൽ ഗുരു ആകെ ക്ഷീണിക്കും. എന്നും നേരത്തെ വന്ന് കിടക്കാൻ എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തണം. ശിഷ്യന്മാർ തലപുകഞ്ഞാലോചിച്ചു. അവസാനം ഒരു വഴി അവർ കണ്ടുപിടിച്ചു. ഒരു ദിവസം രാത്രി ഭക്ഷണം ബാക്കി വെക്കരുത്. മുഴുവൻ തീർക്കണം. നേരത്തെ വന്നില്ലെങ്കിൽ കഴിക്കാനൊന്നും കിട്ടൂലെന്ന് കണ്ടാൽ അദ്ദേഹം നേരത്തെ വന്നോളും. ശിഷ്യന്മാർ കണക്ക് കൂട്ടി. എല്ലാവർക്കും കഴിക്കാനുള്ള പത്തിരി ഒരു തോൽപാത്രത്തിൽ ഇട്ടുവെക്കാറാണ് പതിവ്. ശിഷ്യന്മാരെല്ലാം വയറു നിറച്ച് കഴിച്ച് നേരത്തെ വിളക്കണച്ച് കിടന്നു. രാവേറെയായപ്പോൾ ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു തമ്പിലേക്ക് കയറി വന്നു. കൂർക്കമ്പലികളും ചീവീടിന്റെ ചിലക്കലും ഒഴിച്ചാൽ എങ്ങും നിശബ്ദത തളം കെട്ടി നിന്നു. അദ്ദേഹം തോൽപാത്രത്തിൽ കൈയിട്ടു. ഒരു തരി പോലും ബാക്കിയില്ല. പടച്ചവനെ, പത്തിരിയുടെ ഒരു കഷ്ണം പോലുമില്ലല്ലോ. പാവങ്ങൾ വിശന്ന് ക്ഷീണിച്ച് കിടന്നുറങ്ങിയതാകും. ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ഹൃദയം തപിച്ചു. വിളക്ക് കത്തിച്ച് പത്തിരി മാവ് കുഴച്ചു. അടുപ്പ് കൂട്ടി തീ കത്തിച്ചു. നന്നായി കത്താൻ വേണ്ടി നിലത്ത്
കിടന്ന് അദ്ദേഹം അടുപ്പിലേക്ക് ഊതിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ശിഷ്യന്മാരാരോ ഞെട്ടി ഉണർന്നു. നോക്കുമ്പോഴുണ്ട് അടുപ്പിൽ തീ കത്തുന്നു. ഉറക്കച്ചടവിൽ കണ്ണു തിരുമ്മി സൂക്ഷിച്ചു നോക്കി. ഞെട്ടിപ്പോയി. വന്ധ്യ ഗുരുവാണല്ലോ നിലത്ത് കിടന്ന് അടുപ്പിലേക്ക് ഊതിക്കൊണ്ടിരിക്കുന്നത്. ശിഷ്യൻ ചാടി പിണഞ്ഞെഴുന്നേറ്റു. ഉസ്താദ്, എന്താ ഈ പാതിരാത്രി ചെയ്യുന്നത്? ശിഷ്യൻ ചോദിച്ചു. പത്തിരി ചുടുകയാണ്. നിങ്ങൾ ആരും ഭക്ഷണം കഴിച്ചില്ല അല്ലേ? എന്നോട് ക്ഷമിക്കണം, ഇവിടെ ഭക്ഷണം ഉണ്ടാകുമെന്ന് ആണ് ഞാൻ കരുതിയത്. ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു അവരോട് ക്ഷമാപണം നടത്തി. അദ്ദേഹത്തിന്റെ മറുപടി കേട്ട് ശിഷ്യന് കുറ്റബോധം തോന്നി. പാവം ഗുരു, നിഷ്കളങ്കൻ. അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത കണ്ട് ശിഷ്യന്മാരുടെ കൽബ് വിങ്ങി. നേരം വെളുത്തവർ വീണ്ടും യാത്ര തുടർന്നു. നടന്ന് നടന്ന് പൊട്ടിപ്പൊളിഞ്ഞ ഒരു പഴയ പള്ളിയുടെ സമീപത്താണ് അവരെത്തിയത്. അവരതിൽ കയറിയിരുന്നു. കൂട്ടത്തിലുള്ള ഹുദൈഫ് വല്ലാതെ ക്ഷീണിച്ചിരുന്നു. അദ്ദേഹത്തിന് അതികലശലായ വിശപ്പുണ്ട്. ശിഷ്യന്റെ പ്രയാസം കണ്ട് ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു സഹിച്ചില്ല. കയ്യിലുള്ള ഭക്ഷണങ്ങളും പണവുമൊക്കെ തീർന്നിട്ടുണ്ട്. ഹുദൈഫ, വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ടല്ലേ? നല്ല വിശപ്പുമുണ്ടല്ലേ? അതേ ഗുരു, വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല. എന്നാൽ നീ ഒരു കഷ്ണം കടലാസും തൂലികയും എടുത്ത് വാ, നമുക്ക് വഴിയുണ്ടാക്കാം. കൽപ്പിച്ച പോലെ ഹുദൈഫ കടലാസ് കഷ്ണവും തൂലികയും കൊടുത്തു. ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ബിസ്മി ചൊല്ലി എന്തൊക്കെയോ കുത്തിക്കുറിക്കാൻ തുടങ്ങി. എന്താണ് അദ്ദേഹം എഴുതുന്നതെന്ന് ഹുദൈഫ നോക്കി. ആദ്യം എഴുതിയത് ബിസ്മിയാണ്. ബാക്കി കൂടി അദ്ദേഹം വായിച്ചു നോക്കി. അത്ഭുതപ്പെട്ടു. പടച്ചവന് കത്തെഴുതുകയാണെന്ന് വായിച്ചാൽ തോന്നും. ക്ഷേമ കാലങ്ങളിൽ ഒരുപോലെയുള്ള അത്താണി നീ മാത്രമാണ്. ബിസ്മിയുടെ ശേഷം ഇങ്ങനെ എഴുതി. പിന്നെ 3 കവിതാശകലങ്ങളും. അന ഹാമിദുൻ, അന ഷാക്കിറുൻ, അന ദാക്കിറുൻ, അന ജാഇയുൻ, അന നാഇയുൻ, അന ആരി. ഞാൻ നിന്നെ സ്തുതിക്കുന്നു, നന്ദി ചെയ്യുന്നു, നിനക്ക് ദിക്ർ ചൊല്ലുന്നു. അതോടൊപ്പം ഞാൻ വിശക്കുന്നവനും ശാരീരികമായി ക്ഷീണിച്ചവനും വസ്ത്രമില്ലാത്തവനുമാണ്. 6 കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതിൽ ആദ്യത്തെ 3 ഞാൻ ചെയ്യുന്നവരാണ്. അവയുടെ ഉത്തരവാദിത്വം എനിക്കാണ്. എന്നാൽ അവസാനം പറഞ്ഞ 3 പരിഹാരം നീയാണ് കാണിച്ചു തരേണ്ടത്. നീയല്ലാതെ മറ്റാരെയെങ്കിലും ഇക്കാരണത്താൽ ഞാൻ സ്തുതിക്കുന്നുവെങ്കിൽ ഭയാനകമായ നരകത്തിലേക്ക് അതെന്നെ എത്തിക്കും. അതുകൊണ്ട് നിന്റെ ചെറിയ അടിമയായ എന്നെ നരകപ്രവേശനത്തിൽ നിന്നും നീ കാക്കണേ നാഥ. കവിതാശകലങ്ങൾ എഴുതിയ കടലാസ് തുണ്ട് വിശക്കുന്ന ഉദൈഫയുടെ കയ്യിൽ കൊടുത്തു. ഇതുമായി പോയിക്കോ. പോകുമ്പോൾ അള്ളാഹു എന്ന അല്ലാത്ത ഒരു വിചാരവും നിന്റെ മനസ്സിലുണ്ടാവരുത്. വഴിയിൽ ആരെയും കാണാതിരിക്കില്ല. ആദ്യമായി കാണുന്ന ആൾക്ക് ഇത് കൊടുക്കുക. ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു നിർദ്ദേശിച്ചു. കടലാസ് തുണ്ട് കയ്യിൽ പിടിച്ച് ഉദൈഫ നടന്നു. അദ്ദേഹത്തിന് അത്ഭുതം. ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു അള്ളാഹുവിന് കത്ത് എഴുതിയതുപോലെയുണ്ട്. വായിച്ചാൽ ഇത് മനുഷ്യർക്ക് കൊടുത്തിട്ട് എന്താ കാര്യം? റബ്ബ് ചെയ്യേണ്ടത് അവർക്ക് ചെയ്യാൻ കഴിയുമോ? ഓരോന്ന് ചിന്തിച്ച് അദ്ദേഹം നടന്നു കൊണ്ടേയിരുന്നു. അപ്പോഴേക്കും അതാ ഒരാൾ വരുന്നു. അയാൾ ഉദൈഫയുടെ അടുത്തെത്തി. കണ്ട ഉടനെ ഉദൈഫ എഴുത്ത് അദ്ദേഹത്തിന് കൈമാറി. ഒന്നും സംസാരിച്ചില്ല. അയാൾ അത് തിരിച്ചും മറിച്ചു നോക്കി. കവിതാശകലങ്ങൾ വായിച്ചപ്പോഴേക്കും അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ഉതിർന്നു